ചങ്കള ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഡിജിറ്റൽ ആക്കിയിട്ടുണ്ടല്ലോ. എങ്ങനെ നമുക്ക് ഡിജിറ്റൽ രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ എങ്ങനെ സൂക്ഷിക്കാം അതിനെ കുറിച്ചൊക്കെയാണ്. അതായത് ഇപ്പം നമുക്ക് കാർഡ് രൂപത്തിൽ ലൈസൻസ് വേണമെന്നില്ല, അതിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ അത് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ഫോണിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്ക് PVC പ്രിൻ്റ് ആയിട്ടും അതേമാതിരി സാധാ ലാമിനേഷനൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇപ്പം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് നിങ്ങൾ കേട്ടാൽ ഇത് കറക്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിന് കുറച്ചൊരു ഇതുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ എടുക്കലൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ മുന്നേ ലൈസൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ല, പോരാത്തതിന് നമ്മൾ മൊബൈൽ നമ്പറും ലിങ്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യലും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ നമ്പർ എങ്ങനെ കണ്ടെത്താമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പുതിയ ലൈസൻസ് ടെസ്റ്റ് കഴിഞ്ഞ് എടുത്ത ആൾക്കാർക്കാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ ചിലപ്പോൾ അവരെ പേപ്പറിൽ ഉണ്ടായിക്കോളും. അപ്പോൾ അവർക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അവർക്കും പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും കൂടി പറ്റിയ ഒരു വീഡിയോ ആണ് ഞാൻ വരുന്നത്. ഏതൊരു സാധാരണക്കാർക്കും ഇത് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. വലിയ റിസ്ക് ഒന്നുമില്ല, സിമ്പിളാണ്. ഞാൻ പെട്ടെന്ന് കണ്ടാൽ നമുക്ക് റിസ്ക് ആയി തോന്നും, പക്ഷേ അത്ര വലിയ റിസ്ക് ഒന്നുമില്ല. ഒരു 5 മിനിറ്റിൻ്റെ പരിപാടികൾ, 5 മിനിറ്റ് കണ്ടാൽ ശരിക്കും നോക്കുകയാണെങ്കിൽ 2 മിനിറ്റിൻ്റെ പരിപാടികൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ സൂക്ഷിക്കുക. അതേമാതിരി പ്രിൻ്റ് എടുക്കുക, ലാമിനേഷനൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിൽ കടന്നാലോ? അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് വാഹനം ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ പരിവാഹൻ സേവ എന്ന് കാണില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിൽ ഇടത് ഭാഗത്ത് 3 വരകൾ ലൈനുകൾ കാണില്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്ത് സ്റ്റേറ്റ് നെയിം എന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് കേരള ആണെങ്കിൽ കേരള എന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ കേരള എന്ന് കൊടുക്കുകയാണ്. കേരള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ ഒരു ഇൻഡു മാർക്ക് ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇത് ക്ലോസ് ആക്കണം. ഈ മെനു ക്ലോസ് ആക്കണം. ഇപ്പോൾ ക്ലോസ് ആയി. അപ്പോൾ ഈ മെനു ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഇവിടെ ലൈസൻസ് മെനു എന്ന് കാണുന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും അടിയിൽ ഒതേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യും. ഒതേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും മേലിലെ സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യണം. ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ കാണില്ല, അത് കൊടുക്കുക. അതിൽ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്പർ ഇപ്പോൾ പുതിയ ലൈസൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ നമ്പർ ആണെങ്കിൽ ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ക്യാച്ച് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പർ അറിയണില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അടിക്കുക. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുക. പിന്നെ ഇവിടെ അടിയത്തെ ക്യാച്ച് അതേമാതിരി അടിച്ച് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വരുന്നതാണ്. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്ക് അടിക്കുക. ഇനി നമ്മൾ ബാക്ക് അടിക്കുമ്പോൾ പിന്നെ ആദ്യം വന്നില്ലേ അതേപോലെ തന്നെ വരണം. 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂന്നാമത്തെ ഓപ്ഷനായ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എടുക്കുക. എന്നിട്ട് നമ്മളിവിടെ ലൈസൻസ് മെനു എന്നില്ലേ, അതിലൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് കൊടുക്കുക. എന്നിട്ട് 2, 3, 4ാമത്തെ ഓപ്ഷനായ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നില്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങള് ഫസ്റ്റ് ആദ്യമായിട്ട് നിങ്ങൾ ലൈസൻസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഫോമിൽ തന്നെ ഉണ്ടാവും, ആ പേപ്പറിൽ തന്നെ ഉണ്ടാവും ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്പർ നേരെ ഇതിൽ ടൈപ്പ് ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി ഓൾറെഡി ലൈസൻസ് കിട്ടിയവരാണെങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ അറിയാത്തവരാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല ആപ്ലിക്കേഷൻ നമ്പർ കിട്ടുന്ന ഒരു ഐഡിയ, അതേപോലെ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തതിനു ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് എന്ന് കൊടുക്കണം. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുമ്പോൾ ഇവിടെ കാണില്ലേ സെലക്ട് പ്രിന്റഡ് ഓപ്ഷൻ കാണില്ല, അതിൽ PVC കാർഡ് എന്ന് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സബ്മിറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ മൊബൈൽ നമ്പർ നോട്ട് ഫൗണ്ട് നമ്മൾ കാണുന്നത്, അതായത് നമ്മളെ മൊബൈൽ നമ്പർ ലൈസൻസ് ആയിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ OTP വരും. OTP വന്നാൽ നമ്മൾ OTP കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളത് മുന്നെടുത്ത ലൈസൻസ് ആണെങ്കിൽ ചിലപ്പോൾ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവാത്തവരുത് ഇനി മൊബൈൽ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് OTP ലഭിക്കണം. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നത് ആദ്യം പറഞ്ഞുതരാം. ഇനി നമ്മൾ ഒന്നുകൂടി ആദ്യത്തെ പോലെ നമ്മൾ ബാക്ക് അടിച്ചു പോവുക അല്ലെങ്കിൽ രണ്ടാമത് നമ്മൾ പരിവാഹൻ സൈറ്റിൽ പോയിട്ട് 3 ലൈന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം എത്തിയില്ലേ ആ ഓപ്ഷനിൽ ലൈസൻസ് മെനു ഇതിൽ എത്തിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏറ്റവും അടിയിൽ ഒതേഴ്സ് എന്നില്ല ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സെൻട്രലായിട്ട് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് എന്ന് കാണില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മളിവിടെ ആധാർ നമ്പർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആധാർ നമ്പർ അടിച്ചു കൊടുത്തിട്ട് ഇവിടെ ജനറേറ്റ് OTP എന്നില്ലേ ഒരു ഓപ്ഷന്, അത് വെക്കുമ്പോൾ നമ്മളെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. എന്നിട്ട് ഇവിടെ OTP അടിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക്
കുറച്ച് ടിക്ക് മാർക്ക് കൊടുക്കാനുണ്ട്. ഈ ടിക്ക് മാർക്ക് മുഴുവൻ കൊടുത്തതിന് ശേഷം ഓതന്റിക്കേറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ പ്രോസസ്സിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കാണാം, ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പ്രൊസീഡ് എന്ന് കൊടുക്കുക. ഇത് കൊടുത്തതിന് ശേഷം ഇപ്പം മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ സെലക്ട് നിലയിൽ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം. അതിന് ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കണം കേട്ടോ. എന്നിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കുക. സബ്മിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. പ്രൊസീഡ് എന്ന് കൊടുക്കുക. അതെ, അതിൽ നമ്മൾ മൊബൈൽ നമ്പറുടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് എൻ്റർ ഓഫ് റീസൺ ഫോർ ചേഞ്ച്, മൊബൈൽ നമ്പർ ചേഞ്ച് ആക്കാൻ്റെ ആൾക്ക് ചേഞ്ച് ആക്കുക. ഇനി ചേഞ്ച് ആക്കാൻ എന്താ കാരണം എന്ന് ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ കൺഫേം ഒന്നുകൂടി ചെയ്യുക. റീസൺ നിങ്ങൾ കൊടുക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കുക. പിന്നെ ന്യൂ മൊബൈൽ നമ്പർ എന്നോ അല്ലെങ്കിൽ ആധാർ റിലേറ്റഡ് മൊബൈൽ നമ്പർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. കാരണം എന്നിട്ട് ഇവിടെ കൺഫേം ന്യൂ മൊബൈൽ നമ്പർ എന്ന് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, പ്രൊസീഡ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചതിന് ശേഷം ഇവിടെ ഏറ്റവും അടിയില്ല വെരിഫൈ എന്ന് അത് കൊടുക്കുക. സക്സസ്ഫുള്ളി എന്ന് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്നിട്ട് ബാക്ക് അടിക്കട്ടോ, ബാക്ക് അടിക്കുക. ഓക്കെ, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് ലൈസൻസ് മെനു ഇല്ല, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൽ ക്ലിക്ക് ചെയ്യുക. പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഒന്നൊരു ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് കൊടുക്കണം. ഞാനിത് രണ്ടാമത് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ പിന്നെ ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആയവർക്കും അതേമാതിരി ആപ്ലിക്കേഷൻ നമ്പർ അറിയുന്നവർക്കും ഇത് രണ്ടാമത് കുറെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം പറഞ്ഞ സ്റ്റെപ്പിൽ തന്നെ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കാണ് ഞാൻ ഇത്രയും വിശദമായി പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ ഇനി അടുത്ത് സബ്മിറ്റ് എന്ന് കൊടുക്കണം. സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ OTP വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ OTP അടിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശേഷം ഇവിടെ PVC കാർഡ് എന്നില്ല, അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ OTP അടിച്ചു കൊടുക്കണം. എന്നിട്ട് DL പ്രിന്റ് എന്നില്ല, അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും താങ്ക്